നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാകില്ല. സംക്രമ സമയത്ത് ഭാഗ്യതാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. രേവതി. ആരോഗ്യപരമായി വളരെ അനുകൂലമായ സമയമാണ്. വിവാഹം വാക്കുറപ്പിക്കും. തൊഴിൽപരമായ യാത്രകൾ, തൊഴിൽപരമായ മാറ്റങ്ങൾ ഇവയൊക്കെ അനുഭവത്തിൽ വരാൻ സാധ്യതയുള്ള സമയമാണ്. സുഹൃത്തുക്കളുടെ സഹായം ലഭിക്കും. ഉപഹാരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പുതിയ വസ്ത്ര ആഭരണങ്ങൾ വാങ്ങും. വാഹന വിൽപ്പനയിലൂടെ ധനലാഭം കൈവരിക്കാം. ചെറിയ വീഴ്ച, പരിക്ക് എന്നിവയ്ക്ക് സാധ്യതയുള്ളതിനാൽ വാഹനം, ഉപകരണങ്ങൾ ഇവ കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വൈദ്യുതി, യന്ത്രോപകരണങ്ങൾ ഇവ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർ അധിക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. സന്താനങ്ങൾക്ക് മേന്മയുണ്ടാകും. ജോലികളിൽ പുതിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന കാലമാണ്. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുകയും ചെയ്യും. രേവതി നക്ഷത്രക്കാർ ഈ മാസത്തെ ഗുണാനുഭവങ്ങൾക്കായി മഹാദേവിയായ ശ്രീ ലളിതാ പരമേശ്വരിയെ ഭജിക്കുന്നത് ഉത്തമമാണ്. ദേവിയെ ഭജിച്ച് ലളിതാ സഹസ്രനാമം ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നത് വളരെ ഗുണകരമായിരിക്കും. ക്ഷേത്രത്തിൽ ഭഗവതി സേവ നടത്തിച്ചു തൊഴുന്നതും ഇവർക്ക് ഗുണകരമായിരിക്കും.